ഗ്യാസ് ഉള്ള ആളുകൾ കിടത്തത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു 3 കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഗ്യാസ് ഉള്ള ആളുകൾ എപ്പോഴും ഇടതുഭാഗം ചെരിഞ്ഞ് കിടക്കുന്നതാണ് നല്ലത്. കാരണം നമ്മുടെ ആമാശയത്തിൻ്റെ സ്റ്റൊമക്കിൻ്റെ ഒരു അനാട്ടമിക്കൽ പൊസിഷൻ വെച്ചിട്ട് ഏറ്റവും നന്നായി ദഹനം നടക്കാനും നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് ശരിയായ രീതിയിൽ മൂവ് ചെയ്യാനും സഹായിക്കുന്നത് നമ്മുടെ ഇടതുഭാഗം ചേർന്ന് കിടക്കുമ്പോഴാണ്. അതല്ലാത്ത സമയത്ത് പ്രത്യേകിച്ച് ഈ ഏമ്പക്കം, പുളിച്ചു തേട്ടൽ, നെഞ്ചരിച്ചിൽ ഒക്കെ ഉള്ള ആളുകൾ, പ്രത്യേകിച്ച് GERDയുടെ ഗ്യാസ്ട്രോ ഈസോഫാഗൽ റിഫ്ലക്സ് ഡിസീസ് എന്ന് പറയുന്ന അസുഖത്തിൻ്റെ ലക്ഷണങ്ങളുള്ള ആളുകൾക്ക് അത് വർദ്ധിപ്പിക്കുന്നതിന് കൂടുതൽ കാരണമാകും വലതുഭാഗം ചേർന്ന് കിടക്കുന്നത്. വലതുഭാഗം ചേർന്ന് കിടക്കുമ്പോൾ നമ്മുടെ വയറിനുള്ളിലെ ഭക്ഷണ പദാർത്ഥങ്ങളും ആസിഡും ഒക്കെ അന്നനാളത്തിലേക്ക് പ്രവേശിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുള്ള ആളുകൾ അവരുടെ നെഞ്ചിൻ്റെയും തലയുടെയും ഭാഗം ചെറിയ രീതിയിൽ ഉയർത്തി വെച്ച് കിടക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതും ഈ പറഞ്ഞ രീതിയിൽ വയറിൽ നിന്നും അന്നനാളത്തിലേക്ക് ആസിഡും ഭക്ഷണ പദാർത്ഥങ്ങളൊന്നും തിരിച്ച് പ്രവേശിക്കാതിരിക്കാൻ സഹായിക്കുന്ന ഒരു മെത്തേഡാണ്. മൂന്നാമത്തേത് ഭക്ഷണം കഴിച്ച ഉടനെ കിടക്കാതിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ കിടക്കുന്നതിൻ്റെ ഒരു 2 മണിക്കൂർ മുമ്പെങ്കിലും ഭക്ഷണം കഴിക്കുന്നതാണ് IBSൻ്റെ, GERDയുടെ ഗ്യാസ്ട്രോ ഈസോഫാഗൽ റിഫ്ലക്സ് ഡിസീസിൻ്റെ ഒക്കെ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഏറ്റവും നല്ല കാര്യം. ഈ 3 കാര്യങ്ങൾ IBSൻ്റെ, ഗ്യാസിൻ്റെ ഒക്കെ ബുദ്ധിമുട്ടുകളുള്ള രോഗികൾ കിടക്കുന്നതിൽ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. താങ്ക് യു.